ക്രിസ്റ്റഫർ നോളൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് അദ്ദേഹത്തിന്റെ പുതിയ സിനിമ എത്തിയിട്ടുണ്ട്, ദ ഒഡീസി. ഒരു വലിയ വിഷ്വൽ ട്രീറ്റ് ആണ്. ഏറ്റവും കിടിലൻ ഒരു സിനിമയാണ് ഇന്റർസ്റ്റെല്ലർ എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കിടിലൻ വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ പറയാം. ഐമാക്സ് ആണ് എല്ലാവരോടും പ്രിഫർ ചെയ്യുന്ന ഒരു തിയേറ്റർ. പക്ഷേ ഐമാക്സിൽ കാണാൻ പറ്റാത്തവർ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള 4K ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള തിയേറ്ററിൽ കാണുക. കാരണം എല്ലാവർക്കും ഐമാക്സ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിരിക്കില്ല, പ്ലസ് എത്തിപ്പെടാൻ പാടായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക, ഒരിക്കലും മിസ്സാക്കരുത്. കാരണം ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന വിഖ്യാത ഡയറക്ടറുടെ കിടിലൻ ഒരു സിനിമയാണ്. അപ്പം ആദ്യം തന്നെ സിനിമയിലെ കാസ്റ്റിനെ കുറിച്ച് പറയാം. മാറ്റ് ഡാമൻ ഒഡീഷ്യസ് ആയിട്ട് വരുന്നു. ടോം ഹാളണ്ട്, ടെലിമാക്കസ്, അതായത് ടോം ഹാളണ്ട് ഈ പറയുന്ന പോലെ ഒരു സ്പൈഡർമാൻ ആയിട്ട് അടുത്ത ദിവസം വരുന്നു. അതും ഒരു ഒരു സംഭവമാണ്. അപ്പൊ അതിന് അന്ന ഹാത്വേ, സെൻഡയ, ലുപിത ന്യോങ്, അങ്ങനെ കുറച്ച് പേരാണ് വന്നിരിക്കുന്നത്. എമ്മ തോമസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ലുഡ്വിഗ് ഗൊറാൻസൺ എന്ന് പറയുന്ന ആളാണ്. പിന്നെ DOP ചെയ്തിരിക്കുന്ന ആളെ കുറിച്ച് ഞാനൊന്ന് നോക്കി. ഹോയ്റ്റ് വാൻ ഹൊയ്റ്റവ എന്നൊരു പേരാണ്. ഇങ്ങനെയാണോ അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പം നോളന്റെ കൂടെ തന്നെ ഇപ്പൊ 6ാമത്തെ മൂവിയോ മറ്റോ ആണ് ഇന്റർസ്റ്റെല്ലർ, ഡങ്കർക്ക്, ടെനറ്റ്, ഓപ്പൺ ഹൈമർ, അതിനുശേഷം വന്നിരിക്കുന്ന ഒഡീഷ്യസ്. അപ്പൊ എന്തായാലും ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഗ്രീക്ക് മിത്തോളജി ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. ഇങ്ങനത്തെ മൂവീസ്, അതായത് ട്രോയ് എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇതിലെ കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ആകും. പക്ഷെ എന്നാലും ഒരു കാര്യം പറയാം, വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിലെ ഡയലോഗ്സ് എല്ലാം വന്നിരിക്കുന്നത്. അദ്ദേഹം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു കാര്യമാണ്. കാരണം തിയേറ്ററിൽ പോയിരുന്നിട്ട് നമുക്ക് ഒന്നും മനസ്സിലാകാത്ത രീതിയിലേക്ക്, ഒന്നും മനസ്സിലാകില്ല. ചില കാര്യങ്ങൾ അങ്ങോട്ട് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ, പക്ഷെ ഇത് എല്ലാവർക്കും മനസ്സിലാകും എന്ന രീതിയിൽ തന്നെയാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വിഷ്വലി കിടിലൻ ആണ്. നല്ല നല്ല ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റും. പറയുകയാണെങ്കിൽ ഇതൊരു നോൺ ലീനിയർ രീതിയിൽ പറഞ്ഞു പോയിരിക്കുന്ന ഒരു സിനിമയാണ്. നോൺ ലീനിയർ രീതി പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രമാത്രം നമ്മളുമായിട്ട് കണക്റ്റഡ് ആകും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറെ ഫാന്റസി എലമെന്റ്സ് ഉണ്ട്. പിന്നെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ഒരു ഭയങ്കര നമുക്ക് ഹൈ കിട്ടുന്ന ചില ഏരിയാസ് എന്നല്ല, ഓൾമോസ്റ്റ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും ആ സിനിമ. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ഗൂസ്ബംസ് അല്ലെങ്കിൽ ഒരു ഹൈ മൊമെന്റിലൊക്കെ നമ്മൾ നിൽക്കുകയാണ്. പിന്നെ ഇതിന്റെ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് വൈസ്, സ്ക്രീൻ പ്ലേ വൈസ് ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ ആണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. പിന്നെ ഫാന്റസി എലമെന്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫാന്റസി എലമെന്റ്സ് പറയുമ്പോൾ ഫാന്റസി അഡ്വഞ്ചറസ് ആ ഒരു ജോണറി വരുന്ന സിനിമയാണ്. ഇതിലെ കാഴ്ചകളൊക്കെ വളരെ 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 കിടലാണ്. ഒഡീഷ്യസിന്റെ ഒരു യാത്ര, ഒരു യുദ്ധത്തിന് ശേഷമുള്ള തിരികെയുള്ള യാത്രയാണ് ഈ സിനിമ. അതായത് ഇപ്പൊ വരാം എന്നും പറഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം, അതായത് തന്റെ ഭാര്യയോട് ഇപ്പൊ വരാമെന്നും പറഞ്ഞൊരു പോക്ക് പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സ്റ്റോറിയാണ് ഇത് വരുന്നത്. അതായത് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ സ്പാർട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഹെലൻ ഓഫ് സ്പാർട്ടയെ ട്രോയിലേക്ക് തട്ടിക്കൊണ്ട് പോവുകയും അവിടുന്ന് ഹെലനെ ഈ പറയുന്ന പോലെ സ്പാർട്ടയെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്തൊക്കെ വരുന്നത്. അവിടെ ഈ ട്രോയ് എന്ന് പറയുന്ന നഗരത്തിലേക്ക് ആർക്കും അങ്ങനെ ഇടിച്ചു കയറാൻ പറ്റത്തില്ല. 10 കൊല്ലത്തോളം ഒക്കെ ആയിട്ട് അവിടുത്തെ കടൽ തീരങ്ങളിലൊക്കെ തമ്പടിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്, രാജാക്കന്മാരൊക്കെ ഉണ്ട്. അതായത് എങ്ങനെയും ട്രോയ് നഗരം തകർക്കണം എന്നുള്ള ഒരു മനസ്സോട്. കാരണം അങ്ങോട്ടേക്ക് കയറാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അതൊരു വലിയ കോട്ടയാണ്, അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവസാനം ആ കോട്ടയിലേക്ക് അവർ കയറുകയാണ്. അതായത് ഒരു കുതിരക്കണി വെച്ചു കൊടുക്കുക എന്ന് പറയും. അതായത് ഒരു കുതിരക്കുള്ളിൽ ഇത് ഒരു ഫാന്റസി എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കുതിരയ്ക്കുള്ളിൽ ഭടന്മാരുള്ള ഒരു രീതി. അതിനുശേഷം അവിടുന്ന് ആ കടൽ തീരത്തുള്ളവര് യുദ്ധത്തിൽ തോറ്റു എന്നൊരവസ്ഥയിൽ അവിടെയുള്ളവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു കുതിരയെ കൊടുക്കുക, ആ കുതിരയെ അവിടെ പ്രതിഷ്ഠയായിട്ട് വെക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കുതിരയ്ക്കുള്ളിലെ ഭടന്മാർ അവിടെ എല്ലാം ചുട്ടു ചാമ്പലാക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു സംഭവം. അങ്ങനെ ആ ട്രോയ് നഗരം തകർത്തതിന് ശേഷം ഒഡീഷ്യസിന്റെ തിരിച്ചുള്ള ഒരു വരവാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തരണം ചെയ്യേണ്ടി ഇരുന്നു. അതിൻ്റെ അകത്ത് കുറെ ജയൻസ്, കുറെ കാര്യങ്ങൾ ഞാൻ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു രസമൊക്കെ പോകും. കാണുന്നവര്
ആ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ പോയി കാണണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു പോയി. ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞ പോലെ ഒഡീഷ്യസിന് എന്താ പറയാ അദ്ദേഹത്തിന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നത്. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വരുന്നത്. ഈ ഇദ്ദേഹം തരണം ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹം എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു സിനിമ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇന്നാവും. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന നോളന്റെ ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമ, എന്താ പറയാ, ഞാൻ ആ സിനിമ കണ്ടിട്ട് എനിക്ക് കുറച്ച് ഭാഗങ്ങൾ എനിക്ക് ഓക്കെ അല്ലായിരുന്നു ആ സിനിമ കണ്ട്. പക്ഷെ എല്ലാ കേടും തീർത്ത് തന്റെ ആവനാഴിയിൽ ഇനിയും അമ്പുകൾ ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിൽ ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ മികവ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഉറപ്പായിട്ടും ചരിത്ര സിനിമകൾ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അത് മാത്രമല്ല അല്ലാതെ ഒരു സിനിമ കാണാൻ പോകുന്ന ആൾക്കാർക്കും അതിന്റെ വിഷ്വൽ ട്രീറ്റ് ഉറപ്പായിട്ടും എൻഗേജ് ചെയ്യിക്കും. പിന്നെ അതിന്റെ മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ, ലുഡ്വിഗ് ഗോറാൻസൺ നമ്മളെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഉറപ്പായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഈ സ്പാർട്ടയിലേക്ക് ട്രോയിലേക്ക് ഹെൽനോ സ്പാർട്ട രക്ഷിക്കാൻ വേണ്ടി പല രാജ്യത്തു നിന്നുള്ള രാജാക്കന്മാരെല്ലാം പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെ ആ ട്രോയ് എന്ന് പറയുന്ന നഗരം തകർക്കാൻ പറ്റുമെന്നുള്ള അവരുടെ ചിന്തകളും, അത് അവരുടെ പരാജിതരായിട്ടുള്ള അവരും, പിന്നീട് അവര് പറഞ്ഞ പോലെ കുതിരക്കേണിയൊക്കെ വെച്ച് തകർത്ത് കീറുന്നു. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ കുറെ ഫാന്റസി എലമെന്റ്സ്, ജയൻസ്, വിച്ച്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഓരോ ഡയലോഗ്സും ഒഡീഷ്യസിന്റെ വൈഫായി എന്താ പറയുന്ന ആ ഒരു മാത്രമല്ല, ഒഡീഷ്യസ് ആ രാജ്യത്ത് നിന്ന് യുദ്ധത്തിനായിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒഡീഷ്യസിന്റെ വൈഫിനെ സ്വന്തമാക്കാൻ വേണ്ടി, ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മകനെ നശിപ്പിച്ചാൽ മാത്രമേ അമ്മയെ കിട്ടൂ, അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാരിയെ കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള കുറെ എലമെന്റ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ തന്റെ പോയ ഭർത്താവ് തിരികെ വരുന്നതും കാത്ത് ആ ഒരു സ്ത്രീ ഇരിക്കുന്നതും അവരുടെ ഇമോഷൻസും എല്ലാം വളരെ നല്ല അടിപൊളിയാണ്. പിന്നെ കുറെ ട്രോളുകളൊക്കെ വന്നിരുന്നു. ഈ ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ ഈ പറയുന്നത് പോലെ ബ്ലാക്സിനെ അഭിനയിപ്പിച്ചാൽ എങ്ങനെയിരിക്കും, അതിൻ്റെതായ ചില വിമർശനങ്ങളൊക്കെ വന്നെങ്കിലും ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഡിസൈഡ് ചെയ്യാം തന്റെ സിനിമയിൽ ആരഭിനയിക്കണം, ഏത് രീതിയിലുള്ള കഥാപാത്രങ്ങൾ വേണം, ഏത് രൂപത്തിലുണ്ടാകുന്ന ആളുകൾ വേണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഒരു സംവിധായകനാണ്. അപ്പൊ ആ സംവിധായകൻ ഇപ്പോൾ ഈ സിനിമ കൊണ്ട് അത് വിജയിച്ചതായിട്ടാണ് കാണിക്കുന്നത്. കാരണം വിമർശനങ്ങൾക്കൊക്കെ ചുട്ട മറുപടി, അദ്ദേഹത്തിന്റെ കയ്യിൽ അമ്പുണ്ട്, ഇതൊക്കെ ഇറങ്ങിക്കഴിയുമ്പം നിങ്ങൾ കണ്ടോടാ എന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും അതെല്ലാം എന്താ പറയുന്നത്, വളരെ ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം തിരിച്ചു വരാനായിട്ടില്ല. ക്രിസ്റ്റഫർ നോളാൻ എന്ന് പറയുന്ന ഒരു ആള് ആരാണെന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല. അവിടെ തിരിച്ചു വരവോ പോക്കോ കാര്യമോ ഒന്നുമില്ല. നോളൻ പടം വരുമ്പോഴത്തേക്കും എന്താണേലും അതിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഫാൻസ് മാത്രമല്ല, പുള്ളിയുടെ പടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ആ നോൺ ലീനിയർ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ അകത്ത് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതാ പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയതുകൊണ്ടും നമുക്കത് എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഓരോ സീൻ ബൈ നമുക്കത് കണക്ട് ആവുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്കൊരു എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊരു ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു ആ ഒരു സിനിമ. ഐമാക്സിൽ കാണുന്ന രീതിയിലൊക്കെയാണ് സിനിമ മൂവി എടുത്തിരിക്കുന്നത്. അപ്പൊ ഐമാക്സ് അങ്ങനെ കാണാൻ പറ്റുന്നവർ ഉറപ്പായിട്ടും കാണുക. അല്ലാത്ത പക്ഷം എന്താ പറയുക, ചില ആളുകൾ ഐമാക്സിൽ തന്നെ കാണണം നിർബന്ധം പിടിക്കുന്നുണ്ട്. പക്ഷെ ഒരു സിനിമ കാണാനായിട്ട് എല്ലാവരും ആ ഒരു എമൗണ്ടിലോ അല്ലെങ്കിൽ ഐമാക്സ് എത്തിപ്പിടിക്കാനോ പറ്റാത്ത സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ക്രിസ്റ്റഫർ നോളൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നല്ല തിയേറ്ററിൽ ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി, ഏറ്റവും നല്ല 4K ലെവലിലുള്ള തിയേറ്റർ ഇപ്പോൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ തന്നെ എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി പ്ലസ് നല്ല വിഷ്വൽ ട്രീറ്റ് കിട്ടുന്ന ഒരു തിയേറ്റർ നോക്കി സെലക്ട് ചെയ്യുക. കാരണം ഈ ഐമാക്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റാത്തതും ആ ഒരു ടിക്കറ്റിന്റെ റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളും ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൂടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവരും
അതായത് ഈ മലയാളം പടം നമ്മൾ ഒരുപാട് നല്ല പടങ്ങൾ നമ്മൾ കാണാറും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റു ഭാഷാ സിനിമകളിനകത്ത് നല്ല സിനിമകൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ മലയാളി പ്രേക്ഷകർ ഉറപ്പായിട്ടും ഈ നോളൻ പടത്തെ സ്വീകരിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ഇതായിരുന്നു. ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരുന്ന് സിനിമ കാണുമ്പോൾ എന്നോടൊപ്പം ഇരിക്കുന്ന ആളുകളുടെ ആ ഒരു എന്തൊക്കെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവരുടെ ഇമോഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാകും. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ ഒരു വൗ ഫീൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അതുകൊണ്ട് എന്തൊക്കെയാന്ന് പറഞ്ഞാലും കാണാൻ പറ്റുന്നവർ ഉറപ്പായിട്ടും പോയി കാണുക. ആ ഒരു ഡയറക്ടർ എന്ത് അത്ഭുതങ്ങളാണ് ആ സിനിമയിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി ഉറപ്പായിട്ടും പോവുക. അപ്പം ഇത് ഞാൻ സിനിമ കണ്ടിട്ട് ഇത് പറയുന്നത് സാധാരണഗതിയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതാണ്. എനിക്ക് കിട്ടിയ ഒരു ഹൈ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ഒരുപാട് പേരുണ്ടാകും. പക്ഷെ എങ്കിലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. അത് ഞാൻ അടിയുറച്ച് പറയുകയാണ്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. ഉറപ്പായിട്ടും സിനിമ സക്സസ് ആണ്. അപ്പൊ ബൈ. എല്ലാവരുടെയും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ നിർബന്ധിക്കുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ഈ പയ്യൻ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് കുത്തണേ. താങ്ക് യു.